ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് രണ്ട് പ്രത്യേകതകളാണുള്ളത്. അതിൽ ഒന്നാമത് നമ്മളെ നാഷണൽ ഡേ ആണ് സൗദിത്തെ. പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇത് നമ്മളെ കടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന നമ്മളെ അയലോക്കാരാണ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകണമെന്ന് നിങ്ങൾക്ക് അറിയാം. സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണത്. നമുക്ക് വാണ്ടി സാധനം ഇവിടെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് വാണ്ടി സാധനം. ഇത് എന്തിനാന്നുള്ളതല്ലേ, അതിപ്പോ പറഞ്ഞുതരാം. നമുക്ക് വാണ്ടി സാധനം കിട്ടിയിട്ടില്ലെങ്കിലും അതേപോലത്തെ സാധനം കിട്ടിയിരിക്കണം. ഇതൊന്ന് റൂം കൊണ്ടേക്കട്ടെ, അല്ലെങ്കിൽ ഇത് കേട്ടരും. ഇതിപ്പോ 2 ദിവസത്തിന് വെച്ച ബോർഡാണ്. 2 ദിവസം ഞങ്ങളെ കടയിൽ ഓഫർ ഉണ്ട്. ഇതിനും വേണ്ടിയിട്ടില്ല അലങ്കോലപ്പണികളാണ്. ഇവനും എന്റെ അപ്രന്റീസും കൂടി കാട്ടിക്കൂട്ടണം. മാനേജർ നമ്മളെ കടയ്ക്ക് കുറച്ച് ബലൂണും പീപ്പിയും കൊടുത്തിട്ടുണ്ട്. അത് ഒട്ടിച്ചണ പരിപാടിയിലാണ് ഇച്ചങ്ങൈമാർ. സൗദിയിലുള്ള നമ്മളെ 29 കടയിൽ തന്നെയാണ് ഓഫർ. എന്താ ഓഫർ എന്നല്ലേ, പ്രോസിനൊക്കെ 15 റിയാലുള്ളൂ. വൃത്തിയിലൊക്കെ ഉണ്ടാക്കണ ചിക്കന്റെ സാധനം ഉണ്ട്, അതിനൊക്കെ 7 റിയാലുള്ളൂ. എന്താ നീ വാണ്ടിയേ? ഇതന്നെയല്ലേ ഓഫർ. നമ്മളെ കട അത്യാപത്താസ കേട്ടോ. നമ്മളെ കടന്റെ പേര് ആ ബുക്കിൽ വൻ ഫേമസ് ആണ് നമ്മള്. അങ്ങനെ അലങ്കോലും അറ്റകുറ്റപ്പണിയൊക്കെ കഴിഞ്ഞിക്കണ്. ഇനി റൂമിലാണ് ശരിക്ക് പരിപാടി. എന്താ പരിപാടി എന്നല്ല, ഇതന്നെ പരിപാടി. ഏത്? ഫ്രൂട്ട് സലാഡേ. അതന്നെ ഫ്രൂട്ട് സലാഡ് ഇപ്പൊ എന്തിനാ ഉണ്ടാക്കണ വെച്ചാല് നമ്മളെ ഒപ്പല്ലോന്റെ ബർത്ത്ഡേ ആണെന്നേ. നമ്മളിപ്പോ രാത്രി അതിന്റെ 7-14 കഴിഞ്ഞിട്ടാണ് ഒക്കെ അറിയണത്. ഇതിനാണ് നമ്മളെ ബർത്ത്ഡേ പോയി. സംഭവം ചെറിയ കേക്കാണെങ്കിലും നമ്മളിതൊക്കെ തട്ടിക്കൂട്ടിയത് ഓൻ അറിഞ്ഞിട്ടില്ല. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണ ഏതായാലും കണ്ടിക്കണ. അത് തിന്നാൻ വേണ്ടി വിളിച്ചതാണോ? ഏതായാലും ഉള്ളത് മുറിച്ചു കണ്ട് എല്ലാവർക്കും കൊടുത്തു. പഴയ വല്യമാര് പറയണ മാതിരി ഉള്ളത് കുറുന്നനെ ഒരു ബിടാവ് ഫ്രൂട്ട് സലാഡ് നിന്ന് ഞങ്ങൾ കടന്നു.